കേരളത്തിലെ സമീപകാല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ചകൾ ചെയ്യപ്പെട്ട ഒരു പേരുണ്ടായിരുന്നു അഖിൽ മാരാർ എന്ന വ്യക്തിത്വത്തിന്റെ ഇടപെടലുകൾ. പ്രത്യേകിച്ചും BJP 2020 എന്ന രാഷ്ട്രീയ ശക്തിയുമായുള്ള അദ്ദേഹത്തിന്റെ അപ്രഖ്യാപിത സഖ്യവും ചക്ക എന്ന ചിഹ്നത്തെ മുൻനിർത്തി നടത്തിയ പ്രചരണങ്ങളും വലിയ ജനശ്രദ്ധ തന്നെ ആകർഷിച്ചിരുന്നു. എറണാകുളം പെരുമ്പാവൂർ മേഖലകളിൽ ജനസമ്മതിയുണ്ടെന്ന അവകാശവാദത്തോടെ നടത്തിയ യാത്രകൾ റിപ്പോർട്ടർ ചാനലിലെ അരുണിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർക്കെതിരെയുള്ള വെല്ലുവിളികൾ കൂടിയായിരുന്നു. എന്നാൽ ഫലപ്രഖ്യാപനത്തിന് ശേഷം ഈ അവകാശവാദങ്ങളും വെല്ലുവിളികളൊന്നും കേൾക്കുന്നില്ല. പലതും നിഴൽ യുദ്ധങ്ങളായിരുന്നു എന്ന യാഥാർത്ഥ്യമാണ് പുറത്തുവരുന്നത്. BJPയുടെ വിജയവും പരാജയവും നമ്മൾ പരിശോധിച്ചാൽ കേരളത്തിൽ 3 സീറ്റുകൾ നേടിയെന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ നേട്ടം തന്നെയാണ്. എന്നാൽ ഇതിൻ്റെ മറുവശം പരിശോധിക്കുമ്പോൾ ജയിക്കാവുന്ന പല മണ്ഡലങ്ങളിലും നേരിട്ട കനത്ത പരാജയം പാർട്ടിക്കുള്ളിലെ അപജയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വർഗീയതയോടുള്ള പ്രതിരോധമാണ് കേരളം കാണിച്ചത്. മതത്തിൻ്റെയും വർഗീയതയുടെയും വിഷം ചീറ്റുന്ന രാഷ്ട്രീയത്തിന് കേരള മണ്ണിൽ ഇനി ദീർഘായുസില്ല എന്ന സന്ദേശം ഈ തെരഞ്ഞെടുപ്പും നൽകുന്നുണ്ട്. അത്തരം പ്രവണതകളെ ഒത്താശ ചെയ്യുന്നവരെ ജനങ്ങൾ തള്ളിക്കളയുന്നു എന്നതാണ് വസ്തുത. ഒരേ സ്ഥലത്ത് വീണ്ടും വീണ്ടും നിന്ന് മത്സരിക്കുന്നവർക്ക് അനുകമ്പപൂർണമായ ചില വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ബലത്തിലാണ് കൊല്ലത്ത് ഒരു BJP സീറ്റ് ലഭിച്ചത്. ജനകീയ പിന്തുണ പലപ്പോഴും അവിടുത്തെ പ്രത്യേക ആ സാഹചര്യങ്ങളെ അനുസരിച്ചായിരിക്കും. അതുപോലെ വ്യക്തിപരമായ മുൻഗണനകളോ ആയിരിക്കാം. എന്നാൽ ഇത് പാർട്ടിയുടെ മൊത്തത്തിലുള്ള വളർച്ചയെ പ്രതിനിധീകരിക്കുന്നതല്ല. അഖിൽ മാരാരുടെ രാഷ്ട്രീയ നിലപാടുകളെക്കാൾ ഉപരിയായി സ്ത്രീത്വത്തെ അദ്ദേഹം മാനിക്കാത്തത് പലപ്പോഴും സ്ത്രീകളുടെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഗർഭധാരണത്തെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ വിവാദപരമായ പരാമർശങ്ങൾ, സ്ത്രീകളുടെ ശാരീരിക അവസ്ഥകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ തികച്ചും സ്ത്രീ വിരുദ്ധമാണെന്ന ആക്ഷേപ ശക്തമാണ്. വിദേശ രാജ്യങ്ങളിൽ നിസാരമായ ഒരു കാര്യമാണെന്നും അത് വലിയ ആഘോഷമാക്കേണ്ടതില്ലെന്നുമുള്ള അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ സ്ത്രീകളുടെ വൈകാരികവും ശാരീരികവുമായ അവസ്ഥകളെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. മാതൃത്വം എന്നത് ഒരു വ്യക്തിയുടെ സ്വകാര്യവും വൈകാരികവുമായ തീരുമാനമായിരിക്കെ അതിനെ വിദേശ രാജ്യങ്ങളിലെ സാഹചര്യങ്ങളുമായി താരതമ്യം ചെയ്യുന്നത്, നിസാരവൽക്കരിക്കുന്നത് കേരളം പോലുള്ള ഒരു പ്രബുദ്ധ സമൂഹത്തിന് ചേർന്നതല്ല. ഇത്തരം പ്രസ്താവനകൾ സ്ത്രീത്വത്തിന് നേരെയുള്ള കടന്നുകയറ്റമായി മാത്രമേ കാണാൻ കഴിയൂ. മാധ്യമങ്ങളിലെ പ്രശസ്തിയും ജനക്കൂട്ടത്തെ ആകർഷിക്കുവാനുള്ള കഴിവും രാഷ്ട്രീയ വിജയത്തിനായുള്ള മാനദണ്ഡങ്ങളല്ലെന്ന് കാലം തെളിയിക്കുന്നു. രാഷ്ട്രീയത്തിൽ വ്യക്തമായ നിലപാടുകൾക്കൊപ്പം സാമൂഹിക പ്രതിബദ്ധതയും സ്ത്രീകളോടും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുള്ള ബഹുമാനവും അനിവാര്യമാണ്. അഖിൽ മാരാരെ പോലെയുള്ള വ്യക്തികളുടെ നിലപാടുകൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് കേരളത്തിൻ്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ ബോധത്തെ എത്രത്തോളം ബാധിക്കുന്നു എന്ന ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ്. വിജയുടെ വിജയം, ഒരു സിനിമാ നടൻ്റെ വിജയമെന്നൊക്കെ ആഘോഷിക്കുമ്പോൾ അദ്ദേഹം വർഷങ്ങളായി ജനങ്ങളുടെ കൂടെയാണ്. കൊറോണ സമയത്ത് 5000 രൂപ വെച്ച് ബുദ്ധിമുട്ടേറിയ ആളുകൾക്ക് കൊടുത്തിരുന്നു. അങ്ങനെ പല സന്ദർഭങ്ങളിലും അദ്ദേഹം വേഷം മാറി വേഷപ്രച്ഛന്നനായി സമൂഹത്തിൽ ഇടപെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മരണത്തോടുകൂടി അദ്ദേഹം അന്തർമുഖനായെങ്കിൽ അതിൻ്റെ പിന്നിൽ മനുഷ്യനോടുള്ള മനുഷ്യപ്പറ്റുള്ള ഒരു ഹൃദയമുള്ളതുകൊണ്ടാണ്. സിനിമയിലൂടെ വന്ന് ഇന്ന് രാഷ്ട്രീയത്തിൽ അദ്ദേഹം ചെങ്കൊടി വീശി രാഷ്ട്രീയത്തിൽ അദ്ദേഹം വൻ വിജയമായെങ്കിൽ അഖിൽ മാരാർ പോലെയുള്ള വിവരദോഷികൾ ഇത്തരത്തിൽ കാര്യങ്ങൾ പഠിക്കാതെ, രാഷ്ട്രീയത്തെ പറ്റി പഠിക്കാതെ, ഒരു മനുഷ്യനെ പറ്റി പഠിക്കാതെ, മനുഷ്യന്റെ വിഷമങ്ങളെ പറ്റി പഠിക്കാതെ, തൻ്റെ ജീവിതത്തിലുണ്ടായ താഴ്ചകളെയും സാമ്പത്തിക സോഴ്സിനെയും പറ്റി കണക്കുകൾ നിരത്തി വെച്ചുകൊണ്ട് സമൂഹത്തിൽ വലിയ ആളാകാൻ ശ്രമിക്കുന്നവരെയൊക്കെ രാഷ്ട്രീയപരമായി ദത്തെടുത്ത് മത്സരിപ്പിക്കുന്നത് തന്നെ ഏറ്റവും വലിയ വിവരദോഷമായി കണക്കാക്കുന്നു. ഏവർക്കും നല്ല ദിനം നേർന്നുകൊണ്ട് നിർത്തട്ടെ.